ഇന്നത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഇന്ന് ആദ്യം തന്നെ എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ കനത്ത മറുപടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൽ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ മിസൈൽ ആക്രമണം. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 12 ഭീകരർ കൊല്ലപ്പെട്ടെന്നും 55 പേർക്ക് പരിക്കേറ്റും എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 1:44 കൂടിയാണ് ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ദൗത്യം നടപ്പാക്കിയത്. മുസാഫർബാദ്, ബഹൽപൂർ, കോട്ട്ലി, മുരിഡക് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്നാണ് വിവരം. ലഷ്കർ-എ തോയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡക്. മുൻപ് നടന്ന പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ബഹൽപൂരാണ്. ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന കരസേന പ്രതികരിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം പറഞ്ഞു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നുമാണ് വിവരം. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഇന്ന് 10 മണിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടും. ഇനി ഇതിനോടകം പാക് സൈന്യം ഇതിനോട് ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 5 മിസൈൽ ആക്രമണം ഉണ്ടായെന്നും 3 പേർ കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജമാണെന്നും പാകിസ്ഥാൻ സൈന്യം പറഞ്ഞു. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണ രേഖകളിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 22-നാണ് കശ്മീർ പെഹൽഗാമിലെ ബൈസരൺ വാലി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണം ഉണ്ടായത്. 26 ഇന്ത്യക്കാർ അന്ന് കൊല്ലപ്പെട്ടു. ഭീകര സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള റെസിഡന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുത്തിരുന്നു. ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീതട കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരെ പുറത്താക്കി അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഇന്ത്യ പാക് യുദ്ധം വന്നപ്പോൾ എത്തരത്തിലായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് എന്നാണ്. 2019-ലാണ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് സെൻസെക്സ് 239 പോയിന്റ്സും നിഫ്റ്റി ഏകദേശം 44 പോയിന്റ്സുമാണ് ഇടിഞ്ഞത്. അതായത് ഫെബ്രുവരി 26-ന് വിപണികൾ ഇടിഞ്ഞെങ്കിലും ഫെബ്രുവരി 27-ന് വിപണികൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. സെൻസെക്സ് ഉയരുകയുണ്ടായി. ഇനി മറ്റൊരു സന്ദർഭം ഉണ്ടായിരുന്നത് 2016-ലായിരുന്നു. ഉറി സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അത്. ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം വിപണികൾ കുത്തനെ ഇടുകയുണ്ടായി. സെൻസെക്സ് ഏകദേശം 400 പോയിന്റ്സും നിഫ്റ്റി ഏകദേശം 156 പോയിന്റ്സുമാണ് ഇടിഞ്ഞത്. ഇനി കാർഗിൽ യുദ്ധം നടന്നത് 1999-ലായിരുന്നു. 3 മാസമാണ് ഈ സംഘർഷം നീണ്ടുനിന്നത്. അതുകൊണ്ട് തന്നെ സെൻസെക്സ് ഏകദേശം ഒരു 1115 പോയിന്റ്സ് ഇടിയുകയുണ്ടായി. നിഫ്റ്റി ഏകദേശം 319 പോയിന്റ്സുമാണ് ഇടിഞ്ഞത്. അതിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിപണികൾ തിരിച്ചു വന്നു. മറ്റൊരു വലിയ യുദ്ധം നടന്നത് ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്കിന് ശേഷമായിരുന്നു. ഡിസംബർ 13, 2001 ആരംഭിച്ച് ഒക്ടോബർ 1, 2002 വരെയാണ് നീണ്ടുനിന്നത്. ഏകദേശം 14% വിപണി അന്ന് ഇടിഞ്ഞത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ നോക്കിയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് യുദ്ധം നീണ്ടു നിൽക്കുന്നതിനനുസരിച്ചാണ് ഈ വിപണിയുടെ നഷ്ടം കൂടുന്നത്. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് വിപണികൾ വലിയ രീതിയിൽ തന്നെ ഇടിവിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഇന്ന് പുലർച്ചെയാണ് അവർക്ക് തിരിച്ചടി നൽകിയത്. അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മറുപടി ഇതിനോടകം വന്നു കഴിഞ്ഞു. ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ യുദ്ധം കുറച്ചുകൂടി ദിവസത്തേക്ക് നീണ്ടു നിൽക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏകദേശം ഒരു കുറച്ച് ദിവസം എന്തായാലും നമ്മുടെ വിപണി ഒരു ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടത്, മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് ഇന്ത്യൻ വിപണിയിൽ ഒരു ഉയർച്ചയാണ് കണ്ടത്. അത്തരത്തിലൊരു തിരിച്ചുവരവ് നടക്കുമോ എന്നുകൂടി നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. കാരണം FIS ബൈയിങ്ങിൽ കൂടിയാണ്. ഏതായാലും ഇന്ന് ട്രേഡ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡുകൾ എടുക്കുക. ഇനി നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, മനോരമ, മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ചുകളിലോ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഉടൻ തന്നെ നമുക്ക് പ്രീ മാർക്കറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി.